വെൽക്കം ടു പ്രിപ് സ്കെയിൽ. നിങ്ങൾ കേറ്ററ്റ് എക്സാം എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളുടെ എക്സാം ഒക്കെ അടുത്ത് നിൽക്കുകയാണ്. കേറ്ററ്റ് കാറ്റഗറി 3 നമ്മൾ 2025 ജൂണിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത്. അപ്പോൾ 40 ചോദ്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്കുള്ളത്. അഡോളസൻസ് സൈക്കോളജി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് അതിൽ 20 ചോദ്യങ്ങളായിരിക്കും നമ്മൾ ആദ്യത്തെ പാർട്ടിൽ ഡിസ്കസ് ചെയ്യുക. ബാക്കി 20 നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അഡോളസൻസ് സൈക്കോളജിയിൽ ചോദിച്ചിട്ടുള്ള 2025 ജൂണിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മാച്ച് ദി ഫോളോയിങ് ആയിരുന്നു. അതിൽ സോഷ്യലി ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള ചൈൽഡ്, കൾച്ചറലി ഡിപ്രൈവ്ഡ് ചൈൽഡ്, ഡെലിക്വന്റ് ചൈൽഡ്, അണ്ടർ അച്ചീവർ എന്ന് പറയുന്ന 4 ഓപ്ഷൻസ് ആയിരുന്നു കൊടുത്തിട്ടുള്ളത്. ഓപ്പോസിറ്റ് ആയിട്ട് ഇതിൽ സ്റ്റുഡന്റ് ഹു ഫെയിൽസ് ടു അറ്റൈൻ എ പ്രെഡിക്റ്റഡ് ലെവൽ ഓഫ് അച്ചീവ്മെന്റ്, below the age of 18 who violates law, children who comes from low income families or marginalized group, poor language development. ഇതൊക്കെ ആയിരുന്നു ഓപ്ഷൻസ് എന്ന് പറയുന്നത്. എന്നിട്ട് ഓപ്ഷൻസ് ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. A3 B1 ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഇതിന്റെ ആൻസർ അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. സോഷ്യലി ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള ചൈൽഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ വരിക? സോഷ്യലി ഡിസഡ്വാൻറ്റേജ്ഡ് എന്ന് പറയുമ്പോൾ അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൽ അറിയാവുന്ന ഓപ്ഷൻസ് എടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ ഏതൊക്കെ ഓപ്ഷനിലാണ് ഇത് വന്നിട്ടുള്ളതെന്ന് നോക്കുക. ഇങ്ങനത്തെ ഉള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ചെയ്യേണ്ട അറിയാവുന്ന ഓപ്ഷൻസ്, അറിയാവുന്ന ആ ഒരു കാര്യങ്ങൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റിവെക്കുക. ഇപ്പോൾ ഇതിൽ അണ്ടർ അച്ചീവർ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിൽ ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ കിടക്കുന്നുണ്ട് സ്റ്റുഡന്റ് ഹു ഫെയിൽസ് ടു അറ്റൈൻ എ പ്രെഡിക്റ്റഡ് ലെവൽ ഓഫ് അച്ചീവ്മെന്റ്, അല്ലെ? ഒരു പ്രെഡിക്റ്റഡ് ലെവൽ ഓഫ് അച്ചീവ്മെന്റ് നേടാൻ കഴിയാത്ത കുട്ടിയെയാണ് അണ്ടർ അച്ചീവർ എന്ന് വിളിക്കുന്നത്. ആ ഓപ്ഷനിൽ നിന്ന് നമുക്ക് വളരെ ഭംഗിയായിട്ട് നമുക്കത് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അതാണ് അതിന്റെ ആൻസർ എന്നറിയാലോ. അപ്പോൾ അണ്ടർ അച്ചീവർ ഡി എന്ന് പറയുന്നത് 1 ആണെന്ന് കിട്ടി. ഡെലിക്വന്റ് ചൈൽഡ് എന്താണ്? ഈ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ഡെലിക്വന്റ് ചൈൽഡ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ലോസ് വയലേറ്റ് ചെയ്ത്, അല്ലെ? നമുക്ക് എന്താണ്, ഡെലിക്വന്റ് കുറ്റവാസനയുള്ള കുട്ടികൾ എപ്പോഴും തന്നെ ലോ ഒന്നും പാലിക്കാറില്ല, നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് പ്രവർത്തനങ്ങൾ നടത്താറുള്ളത്. അവര് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളായിരിക്കും ഡെലിക്വന്റ് ആയിട്ടുള്ള ചൈൽഡ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിന്റ് ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? ഓപ്ഷൻ സി നമുക്ക് കിട്ടി. സിയിൽ എന്തായിരുന്നു? C2 ആണെന്ന് നമുക്ക് ആൻസർ കിട്ടി. അതുപോലെ ഡി എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഡി എന്ന് പറയുന്നത് 1 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. C2ഉം വരണം, D1ഉം വരണം. സാധ്യതയുള്ള 2 ഓപ്ഷൻസ് നമുക്ക് ഇങ്ങോട്ട് പിക്ക് ചെയ്തെടുക്കാം, അല്ലെ? അപ്പോ സി എന്ന് പറയുന്നത് ഇതില് 2 വരണം, D1 വരണം. ഇങ്ങനെ ഒരു ഓപ്ഷനും വന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഓപ്ഷനും വന്നിട്ടുണ്ട്. ഇത് രണ്ടുമാണ് ആൻസർ ആവാനുള്ള സാധ്യതകൾ. മനസ്സിലായോ? സാധ്യതകൾ. അപ്പൊ ബാക്കി ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. ബാക്കി ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ എലിമിനേറ്റ് ചെയ്തതിന് ശേഷം ഇനി എന്താണ് വേണ്ടത്? ഇനി അടുത്ത ഒരു ഇതും കൂടെ കിട്ടിയാൽ നമുക്ക് അതിന്റെ ആൻസറിലേക്ക് നമുക്ക് എത്താം. 2 എണ്ണം നമുക്ക് അറിയണമെന്നില്ല. മനസ്സിലായോ? അപ്പൊ സോഷ്യലി ഡിസഡ്വാൻറ്റേജ്ഡ് ചൈൽഡ് എന്താണ്? കൾച്ചറലി ഡിപ്രൈവ്ഡ് ചൈൽഡ് എന്താണ്? അപ്പൊ സോഷ്യലി ഡിസഡ്വാൻറ്റേജ്ഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും എങ്ങനെയാണ്, കുട്ടികൾ സാമൂഹ്യപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ, ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള കുട്ടികൾ എന്ന് പറയുന്നത് ലോ ഇൻകം ഉള്ളവരും അതുപോലെ മാർജിനലൈസ്ഡ് ഗ്രൂപ്പിൽ നിന്നും വരുന്നവരായിരിക്കും. മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വിഭാഗത്തിൽ നിന്നും വരുന്നവരും അതുപോലെ ലോ ഇൻകം ഉള്ളവരുമായിരിക്കും എന്നുള്ള ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതുപോലെ ഇവിടെ കൾച്ചറലി ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള, നിങ്ങൾ കൾച്ചർ ആൻഡ് ലാംഗ്വേജിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? കൾച്ചറിൽ നിന്നാണ് കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എല്ലാം നടക്കുന്നത്. അപ്പോൾ ഈ ലാംഗ്വേജ് ഡെവലപ്മെന്റ് വളരെ പുവർ ആവുന്നത് കൾച്ചറലി ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ചൈൽഡിന്റെ ആയിരിക്കും. മനസ്സിലായോ? ഒരു കൾച്ചർ എന്ന് പറയുന്നത് വളരെയധികം സ്വാധീനിക്കുന്നതാണ് ലാംഗ്വേജിനെ. അപ്പൊ എന്താണ്, കൾച്ചറലി ഡിപ്രൈവ്ഡ് ചൈൽഡ് എന്ന് പറയുന്നത് പുവർ ലാംഗ്വേജ് ഡെവലപ്മെന്റിലേക്ക് വഴിതെളിക്കുന്നതിന് ഒരു കാരണമാകാറുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ അറിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഇപ്പൊ നമുക്ക് സാധ്യതയുള്ള ഈ 2 ഓപ്ഷൻസിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു സോഷ്യലി ഡിസഡ്വാൻറ്റേജ്ഡ് ഏതാണ്? സോഷ്യലി ഡിസഡ്വാൻറ്റേജ്ഡ് എന്ന് പറയുമ്പോൾ ചിൽഡ്രൻ ഹു, ഈ ആൻസർ നമുക്ക് കിട്ടി. അതുപോലെ കൾച്ചറലി ഡിപ്രൈവ്ഡ് ചൈൽഡ് എന്ന് പറയുമ്പോൾ ബിയുടെ ആൻസർ ഏതാണ്? ബി എന്ന് പറയുന്നത്
കൾച്ചറലി ഡിപ്രൈവ്ഡ് ആണ്, പുവർ ലാംഗ്വേജ് ആണ്. അപ്പൊ ഇതിൽ നോക്കിയേ, ഇനി ഈ രണ്ട് ഓപ്ഷനിൽ നിന്നും ബിയിൽ നിന്നും സിയിൽ നിന്നും നമുക്കിത് പിക്ക് ചെയ്യണം. A3 വരണം, B4 വരണം. അപ്പൊ A3യും B4 ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ A4ഉം B3യുമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇത് നമുക്ക് തെറ്റാണെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ് എന്നുള്ളതിലേക്ക് നമ്മൾ എത്തുകയാണ്. ആൻസർ ബി ആണ്. അപ്പൊ നമുക്ക് സോഷ്യലി ഡിസഡ്വാൻറ്റേജ്ഡ് ചൈൽഡ് എന്ന് പറയുന്നത് ചിൽഡ്രൻ ഹൂ കം ഫ്രം ലോ ഇൻകം ഫാമിലീസ് ഓർ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്, അതുപോലെ കൾച്ചറലി ഡിപ്രൈവ്ഡ്, പുവർ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ഡെലിക്കന്റ് ചൈൽഡ് ബിലോ ദി ഏജ് ഓഫ് 18 ഹു വയലേറ്റ്സ് ലോ, അണ്ടർ അച്ചീവർ എന്ന് പറയുന്നത് സ്റ്റുഡന്റ് ഹു ഫെയിൽസ് ടു അറ്റൈൻ എ പ്രെഡിക്റ്റഡ് ലെവൽ ഓഫ് അച്ചീവ്മെന്റ് എന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് വെർച്യൂ ഈസ് ഡെവലപ്ഡ് ഡ്യൂറിംഗ് ദി സ്റ്റേജ് ഓഫ് ഇന്റിമസി വേഴ്സ് ഐസൊലേഷൻ? നമുക്കറിയാം എറിക് എറിക്സന്റെ ഇന്റിമസി വേഴ്സ് ഐസൊലേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. വിസ്ഡം ആണോ, ഹോപ്പ് ആണോ, ലവ് ആണോ, ഇന്റഗ്രിറ്റി ആണോ എന്നുള്ളതാണ്. ഏതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്? അപ്പോൾ ഈ ഒരു ചോദ്യം ഇന്റിമസിയും ഐസൊലേഷനും, ഇന്റിമസി എന്ന് പറയുന്ന ഒരു ഇമോഷൻ ഡെവലപ്പ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നതിൽ ഏത് വെർച്യു ആണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ ഒരു സ്റ്റേജിൽ ലവ് എന്നുള്ള ഒരു വെർച്യു ആണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇന്റിമസി എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് അതിനെ ലവ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, മൂന്നാമത്തെ ചോദ്യമാണ്, അച്ചീവിംഗ് പേഴ്സണൽ പൊട്ടൻഷ്യൽ ആൻഡ് ഗ്രോത്ത്, സെലക്ട് ദി മോസ്റ്റ് സൂട്ടബിൾ നീഡ് ബേസ്ഡ് ഓൺ മാസ്ലോസ് തിയറി. അച്ചീവിംഗ് പേഴ്സണൽ പൊട്ടൻഷ്യൽ ആൻഡ് ഗ്രോത്ത്, ഒരു വ്യക്തി പേഴ്സണൽ പൊട്ടൻഷ്യലും ഗ്രോത്തും നേടുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പൊ മാസ്ലോവിന്റെ തിയറി അനുസരിച്ച് ഒരു പേഴ്സൺ ഇതുപോലെ പൊട്ടൻഷ്യലും മാക്സിമം പൊട്ടൻഷ്യൽ ഉപയോഗിച്ചുകൊണ്ട് സെൽഫ് ഗ്രോത്ത് നേടുന്ന ഒരു സ്റ്റേജ് ഏതെന്നാണ്, ഏത് നീഡാണ് അദ്ദേഹത്തിന്റെ മാസ്ലോവിന്റെ ഹൈറാർക്കി ഓഫ് നീഡ്സിൽ ഏതാണ് അതിൽ വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം സെൽഫ് എസ്റ്റീം നീഡ് എന്ന് പറയുന്നത് എപ്പോഴും ആ ഒരു സെൽഫ് എസ്റ്റീം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നീഡുകൾ, നമുക്ക് എപ്പോഴും ഒരു അംഗീകാരം കിട്ടുക, അഭിമാനകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ഹൈ ലെവലിലുള്ള ഒരു നീഡാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്സിൽ എപ്പോഴും നമ്മൾ ലവ്, ഫ്രണ്ട്ഷിപ്പ്, ഫാമിലി ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഈ ഒരു നീഡ് അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അപ്പൊ ഇതിൽ ഇനി ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ മാസ്ലോവിന്റെ ഹൈറാർക്കി ഓഫ് ലേണിംഗിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു നീഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു വ്യക്തി ബാക്കി നീഡുകളെല്ലാം സക്സസ്ഫുള്ളി അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ എത്തുന്ന ഒരു തലമാണ് ഈ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ സ്വത്വ സാക്ഷാത്കാരത്തിനുള്ള ആവശ്യങ്ങൾ എന്നാണ് അത് അറിയപ്പെടുന്നത്. ഈ ഒരു സ്വത്വ സാക്ഷാത്കാരത്തിൽ ഒരു വ്യക്തിയുടെ ഹൈ പൊട്ടൻഷ്യൽ, എത്രമാത്രം പൊട്ടൻഷ്യൽ ആണ് എനിക്കുള്ളത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്താനും സെൽഫ് ഗ്രോത്തിലൂടെ സ്വയം ഇംപ്രൂവ് ചെയ്തുകൊണ്ട് അല്ലെ ഏറ്റവും നല്ല ഒരു ലെവലിൽ എത്തിച്ചേരുന്ന ഒരു അവസ്ഥയാണിത്. പേഴ്സണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞുകൊണ്ട് മാക്സിമം യൂസ്ഫുൾ ആക്കുക എന്നുള്ളതാണ് ഈ ഒരു തലത്തിൽ ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. ആൻസർ ബി ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടെക്നിക് ഓർ ടെക്നിക്സ് വിച്ച് ക്യാൻ ഫോസ്റ്റർ ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റി ആണ് ഇവിടുത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെക്നിക് ഏതാണ്? ക്രിയേറ്റിവിറ്റിനെ ഫോസ്റ്റർ ചെയ്യുന്ന മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടെക്നിക് ഏതാണ്? റോൾ പ്ലേയിങ് ഓപ്ഷനിലുണ്ട്, ബ്രെയിൻ സ്റ്റോമിംഗ് ഉണ്ട്, സിനറ്റിക്സ് ഉണ്ട്, മൈൻഡ് മാപ്പിംഗ് ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ റോൾ പ്ലേയിങ്, ബ്രെയിൻ സ്റ്റോമിംഗ്, സിനറ്റിക്സ്, മൈൻഡ് മാപ്പിംഗ് എല്ലാം തന്നെ എന്താണ്? ക്രിയേറ്റിവിറ്റിനെ ഫോസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കുകളാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ക്രിയേറ്റിവിറ്റിനെ ഫോസ്റ്റർ ചെയ്യാനായിട്ടുള്ള ഈ ഒരു ടെക്നിക്കുകൾ എല്ലാം തന്നെ എന്താണ് ഇതിൽ വരുന്നതാണ്. അപ്പോൾ ഓപ്ഷൻസ് 2, 3 and 4 ആർ കറക്റ്റ്, 1, 2 and 4 ആർ കറക്റ്റ്, 1, 2, 3 ആർ കറക്റ്റ്, ഓൾ ആർ കറക്റ്റ് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഓൾ ആർ കറക്റ്റ് എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. ക്രിയേറ്റിവിറ്റിനെ ഫോസ്റ്റർ ചെയ്യുന്ന ടെക്നിക്സ് ആണ് റോൾ പ്ലേയിങ്, ബ്രെയിൻ സ്റ്റോമിംഗ്, സിനറ്റിക്സ്, മൈൻഡ് മാപ്പിംഗ്. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു, സെലക്ട് ദി പെർസെന്റേജ് ഓഫ് ഡിസബിലിറ്റി റിക്വയർഡ് ഫോർ എ പേഴ്സൺ ടു ബി എലിജിബിൾ ഫോർ ദി ബെനിഫിറ്റ്സ് അണ്ടർ PWD ആക്ട്. PWD ആക്ട് പ്രകാരം ഒരു കുട്ടിയുടെ പെർസെൻറ്റേജ് ഓഫ് ഡിസബിലിറ്റി അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പെർസെൻറ്റേജ് ഓഫ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ് അതിന് എലിജിബിൾ ആവുന്നത് എന്നുള്ളതാണ്.
അത് 30%, 40%, 50%, 60% എന്നുള്ളതാണ്. അപ്പോൾ ഒരു പേഴ്സന്റെ പെർസെൻറ്റേജ് ഓഫ് ഡിസബിലിറ്റിക്ക് ആവശ്യമായിട്ടുള്ള ഇത് എങ്ങനെയാണ് എന്നുള്ളത് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എലിജിബിൾ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് PWD ആക്ടിന്റെ കീഴിലുള്ള ആ ബെനിഫിറ്റ്സ് കിട്ടണമെങ്കിൽ എത്രമാത്രം ഡിസബിലിറ്റി ആണ് അവിടെ പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 40% ഡിസബിലിറ്റി എങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു. രാജു made a meaningful word by combining the first letters of 5 northeastern states for memorization of that states. Select the most suitable term for this technique. അപ്പൊ രാജു ഇവിടെ ഒരു മീനിങ്ഫുൾ വേർഡ് ഉണ്ടാക്കി അല്ലെ? മീനിങ്ഫുൾ വേർഡ് ഉണ്ടാക്കി എന്തിന്? ഫസ്റ്റ് ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു 5 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിന്റെ ഫസ്റ്റ് വേർഡുകൾ എടുത്തുകൊണ്ട് അതിനൊരു മീനിങ്ഫുൾ വേർഡാക്കി മാറ്റി. അപ്പോൾ അത് എന്ത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഈ ഒരു ടെക്നിക്കാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്? അതൊരു മെമ്മറൈസേഷൻ ടെക്നിക്കാണെന്ന് ഇവിടെ തന്നെ പറയുന്നുണ്ട്. ഒരു മെമ്മറൈസേഷൻ ടെക്നിക്കാണ്. അപ്പോൾ ഈ സ്ഥലങ്ങളുടെ ആദ്യത്തെ പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു വേർഡാക്കി മാറ്റി അതൊരു ഷോർട്ട് ഫോം ആക്കി യൂസ് ചെയ്തുകൊണ്ട് മെമ്മറൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കിനെ വിളിക്കുന്ന പേര് നിമോണിക്സ് എന്നാണോ, ആക്രോണിംസ് എന്നാണോ, ആക്രോസ്റ്റിക്സ് എന്നാണോ, റൈമിംഗ് എന്നാണോ? നിമോണിക്സും ഒരു മെമ്മറി ടെക്നിക്കാണ്. ആക്രോണിമും എന്താണ്? ആക്രോണിം ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതുപോലെയുള്ള കമ്പൈൻ ചെയ്തുകൊണ്ട് ഫസ്റ്റ് ലെറ്റേഴ്സ് കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു മെമ്മറി ടെക്നിക്കാണ്, മെമ്മറൈസേഷൻ ടെക്നിക്കാണ് എന്ന് നമ്മളിത് പഠിച്ചു വെക്കണം. മെമ്മറൈസേഷൻ ടെക്നിക്ക്. ഓക്കെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ഹാം ഗ്രൂപ്പ് ഡൈനാമിക്സ്? ഗ്രൂപ്പ് ഡൈനാമിക്സിനെ ഹാം ചെയ്യുന്നത് ഏതാണ് ഇതില്? ഗ്രൂപ്പ് ഡൈനാമിക്സിൽ ഏതാണ് ഇതിൽ ഹാംഫുൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. ഒന്നാമത്തേത് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എമംഗ് മെമ്പേഴ്സിൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക എന്നുള്ളത്. രണ്ടാമത്തേല് എക്സ്പെക്ടേഷൻസ് ഓഫ് ഗ്രൂപ്പ് മെമ്പേഴ്സ്. മൂന്നാമത്തേത് കോമ്പറ്റീഷൻ എമംഗ് ഗ്രൂപ്പ് മെമ്പേഴ്സ്, സെൽഫ് എസ്റ്റീം ഓഫ് ഗ്രൂപ്പ് മെമ്പേഴ്സ്. ഇതിൽ ഏതാണ് എന്നുള്ളതാണ്. ഗ്രൂപ്പ് ഡൈനാമിക്സിനെ ഹാം ചെയ്യുന്നത് ഏതാണ്? അപ്പൊ ഇതില് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് ഹാംഫുൾ ആകുന്ന കാര്യമല്ല. ഗ്രൂപ്പ് മെമ്പേഴ്സിൽ നിന്ന് എക്സ്പെക്ടേഷൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. കോമ്പറ്റീഷൻ എമംഗ് ഗ്രൂപ്പ് മെമ്പേഴ്സ് എന്ന് പറയുന്നല്ല, ഗ്രൂപ്പ് മെമ്പേഴ്സ് തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടാവുക എന്നുള്ളത്, അതുപോലെ ഗ്രൂപ്പ് മെമ്പേഴ്സ് തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടാവുക എന്നുള്ളത് ഒരു പ്രശ്നമുള്ള കാര്യമാണ്. സെൽഫ് എസ്റ്റീം ഓഫ് ഗ്രൂപ്പ് മെമ്പേഴ്സ് വളരെ നല്ല കാര്യമാണ്. അപ്പൊ ഇതില് ഹാം ചെയ്യുന്നത് ഏതാണ്? ഗ്രൂപ്പ് ഡൈനാമിക്സിന് സി ആണ്, ഓപ്ഷൻ സി ആണ്. കോമ്പറ്റീഷൻ എമംഗ് ഗ്രൂപ്പ് മെമ്പേഴ്സ് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. അടുത്തത് select the most appropriate statement or statements related with the learning disability. Fundamentally a physical, അപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റിന് മാച്ച് ആവുന്ന, ലേണിംഗ് ഡിസബിലിറ്റിക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ഏതാണ് ഇതിൽ എന്നുള്ളതാണ്. അപ്പൊ ലേണിംഗ് ഡിസബിലിറ്റി എന്താണെന്ന് അറിയണം അല്ലെ? അപ്പൊ ഈ ലേണിംഗ് ഡിസബിലിറ്റിക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളത് ഫണ്ടമെന്റലി എ ഫിസിക്കൽ ഇമ്പയർമെന്റ് ആണ്, വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് സർട്ടൻ സൈക്കോളജിക്കൽ ഫങ്ഷൻസ്. അപ്പൊ ഇതൊരു ഫിസിക്കൽ ഇമ്പയർമെന്റ് ആണെന്ന് തന്നിട്ടുണ്ട്, ഒരു സർട്ടൻ സൈക്കോളജിക്കൽ ഫങ്ഷൻസുമായിട്ട് കണക്റ്റഡ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്, ഏറ്റവും യോജിച്ചതാണ് നമ്മൾ എഴുതേണ്ടത് ഇതിന് കേട്ടോ. മെയിൻലി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മെയിൻലി ആൻ ഇമോഷണൽ ഡിസ്റ്റർബൻസ്, ഒരു ഇമോഷണൽ ഡിസ്റ്റർബൻസ് ആണെന്ന് തന്നിട്ടുണ്ട്, വിച്ച് ഇസ് അസോസിയേറ്റഡ് വിത്ത് സർട്ടൻ സൈക്കോളജിക്കൽ ഫങ്ഷൻസ് എന്ന് തന്നിട്ടുണ്ട്. മൂന്നാമത്തേത് ബേസിക്കലി എ സോഷ്യൽ ഇഷ്യൂ, വിച്ച് ഇസ് ഒരു സോഷ്യൽ ഇഷ്യൂ ആണെന്ന് തന്നിട്ടുണ്ട്, certain psychological functions. അടുത്തത് മെയിൻലി സൈക്കോളജിക്കൽ ആസ് വെൽ ആസ് ഫിസിയോളജിക്കൽ ഇഷ്യൂ, വിച്ച് ഇസ് മോസ്റ്റ്ലി അസോസിയേറ്റഡ് വിത്ത് ലാംഗ്വേജ്. ഇത് ഇപ്പോൾ ആദ്യം പറഞ്ഞ ഫിസിക്കൽ ഇമ്പയർമെന്റിലുപരിയായിട്ട് ഇമോഷണൽ, സോഷ്യൽ ഇതൊന്നുമല്ല ഇതിൽ വരുന്നത്. ഇതൊരു ന്യൂറോ ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു ഒറിജിനാണ് ഈ ഒരു ഡിസോർഡർ, ലേണിംഗ് ഡിസബിലിറ്റിക്ക് ഉള്ളത്. ലേണിംഗ് ഡിസബിലിറ്റി എപ്പോഴും ലാംഗ്വേജ് റിലേറ്റഡ് ആണ്. ലാംഗ്വേജ് ഡിസോർഡേഴ്സ് ആയിട്ടുള്ള ഡിസ്ലെക്സിയ ഉണ്ട്, ഡിസ്പ്രാക്സിയ ഉണ്ട്, ഡിസ്ഗ്രാഫിയ ഉണ്ട്, ഡിസ്കാൽക്കുലിയ, ഇതെല്ലാമായിട്ട് ബന്ധം വരുന്ന ഈ ഒരു ഡിസോർഡർ ഒരു ഇത് നമുക്ക് ഇതിൽ നിന്ന് ഈ ഓപ്ഷനിൽ നിന്ന് നമുക്ക് പിക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഓൺലി 4 ഇസ് കറക്റ്റ് എന്നുള്ള ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദി ഓഡ് വൺ ഔട്ട്. A 16 PF ടെസ്റ്റ്, B TAT ടെസ്റ്റ്, C വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, D റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് അറിയാം ടാറ്റ് എന്നുള്ളത്
വാറ്റ് എന്നുള്ളത്, റോഷ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് എന്നുള്ളത്, ഇതെല്ലാം തന്നെ എന്താണ്? പ്രൊജക്റ്റീവ് ടെസ്റ്റുകളാണ് അല്ലെ? പ്രൊജക്റ്റീവ് ടെസ്റ്റുകളാണ്. പേഴ്സണാലിറ്റി അളക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റീവ് ടെസ്റ്റുകളാണ്. അംബിഗ്യസ് ആയിട്ടുള്ള സ്റ്റിമുലീസ് കൊടുത്തുകൊണ്ട് ഉള്ള അല്ലെ, അവ്യക്തമായിട്ടുള്ള ചിത്രങ്ങൾ, ദ്വയാർത്ഥം തോന്നുന്ന രീതിയിലുള്ള ഒരു പിക്ചർ കണ്ടാൽ, ഒരു വാറ്റിലായിക്കോട്ടെ ടാറ്റിലെ ഒരു തീം കൊടുക്കുമ്പോഴും ഒരു ഇങ്ക് ബ്ലോട്ട് കൊടുക്കുമ്പോഴും വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് എല്ലാത്തിലും എന്താണ്? അൺഅംബിഗ്യസ് ആയിട്ടുള്ള അത് കൊടുക്കുന്നു. അത് പ്രൊജക്റ്റീവ് ടെസ്റ്റുകളാണ്. പേഴ്സണാലിറ്റി മെഷർമെന്റിന് വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റീവ് ടെസ്റ്റുകളാണ്. ഈ 16 PF ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സെൽഫ് ഇൻക്വയറി ടെസ്റ്റ് ആണ്. ഇതൊരു 16 പേഴ്സണാലിറ്റി ഫാക്ടർ ടെസ്റ്റ് ആണ് ഈ ഒരു 16 PF എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സെൽഫ് റിപ്പോർട്ടിംഗ് ഇൻവെന്ററി ആണ്. ഇൻവെന്ററി കൂടിയാണിത്. സെൽഫ് റിപ്പോർട്ടിംഗ് ഇൻവെന്ററി എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓഡ് വൺ ഔട്ട് 16 PF ടെസ്റ്റ് ആണ്. ഓക്കെ, ദി ഐഡിയ ഓഫ് പോവർട്ടി ഓഫ് സ്റ്റിമുലസ് വാസ് പുട്ട് ഫോർവേഡ് ബൈ സ്കിന്നർ, വൈഗോട്സ്കി, ടോൾമാൻ, ചോംസ്കി. ഒരു വെറൈറ്റി ചോദ്യമാണ് അല്ലെ? പോവർട്ടി ഓഫ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് ചോംസ്കിയുമായിട്ട് റിലേറ്റഡ് ആണ്. അദ്ദേഹത്തിന്റെ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഒക്കെ ആയിട്ട് ബന്ധമുള്ളതാണ് ഈ ഒരു പോവർട്ടി ഓഫ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഇറ്റ് ഇന്റൻസ് ടു മെഷർ ഇൻ എ ടെസ്റ്റ് ഇസ് നോൺ ആസ്. റിലയബിലിറ്റി, വാലിഡിറ്റി, ഒബ്ജക്ടിവിറ്റി, സബ്ജക്ടിവിറ്റി. അപ്പോൾ ഒരു ടെസ്റ്റിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വാലിഡിറ്റി, റിലയബിലിറ്റി ഒക്കെ അതിലുള്ളതാണ്. അപ്പോൾ എന്താണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്? കൺസിസ്റ്റൻസി ഓഫ് എ ടെസ്റ്റിനെയാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത് അല്ലെ? കൺസിസ്റ്റൻസി ഓഫ് എ ടെസ്റ്റ്. കൺസിസ്റ്റൻസി. വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ വാട്ട് ഇറ്റ് ഇന്റൻസ് ടു മെഷർ. ഓക്കെ, വാട്ട് ഇറ്റ് ഇന്റൻസ് ടു മെഷർ. അപ്പൊ വാലിഡിറ്റി എന്ന് പറയുന്നത് നമ്മൾ സാധുത എന്നൊക്കെ പറയാറുണ്ട്. ഇതിന് വിശ്വാസ്യത എന്നൊക്കെ പറയാറുണ്ട്. വിശ്വാസ്യത, അതുപോലെ സ്ഥിരത എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. നമുക്ക് ഒബ്ജക്ടിവിറ്റി, സബ്ജക്ടിവിറ്റി അറിയാം. ഇത് വസ്തുനിഷ്ഠതയാണ്. പിന്നെ ഇത് വ്യക്തിനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് ഇതിൽ പെടുന്നില്ല. അപ്പോൾ ടെസ്റ്റിന്റെ ഇതിൽ വരുന്നത് ഇന്റൻസ് ടു മെഷർ എന്ന് പറയുന്നത് എപ്പോഴും വാലിഡിറ്റി ആണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇതിന്റെ ആൻസർ ബി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി മെത്തേഡ് ഓഫ് ഡിസ്ക്രൈബിംഗ് ആൻ ആംബിഗ്വസ് സ്റ്റിമുലസ് ഇൻ പേഴ്സണാലിറ്റി അസസ്മെന്റ് ഇസ് കോൾഡ്. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ്. ആംബിഗ്വസ് ആയിട്ടുള്ള സ്റ്റിമുലസ് ഡിസ്ക്രൈബ് ചെയ്യുന്നതിലൂടെ അല്ലെ? The method of describing an ambiguous stimulus in personality assessment. Personality assessmentil ഉപയോഗിക്കുന്നതാണ്. ഒരു ambiguous ആയിട്ടുള്ള ശരിക്കും ഒരു അർത്ഥം എന്താണ് വ്യക്തമല്ലാത്ത രീതിയിലുള്ള ഒരു പിക്ചർ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു മഷിയൊപ്പ് കൊടുത്തിട്ടോ ഒക്കെ അതിനെ വിവരിക്കാൻ പറയുന്ന രീതി, അതിനെ വിളിക്കുന്ന പേരെന്താണ്? പെർഫോമൻസ് ടെസ്റ്റ് എന്നാണോ, റേറ്റിംഗ് സ്കെയിൽ എന്നാണോ, പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്നാണോ, വെയ്സ് എന്നാണോ? ഏതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്? നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞതാണ് ഇത് പ്രൊജക്റ്റീവ് ടെസ്റ്റുകളാണ്. പേഴ്സണാലിറ്റി അസസ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊജക്റ്റീവ് ടെസ്റ്റുകളെയാണ് നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ഇങ്ക് ബ്ലോട്ട്, റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ഒക്കെ അതിൽ വരുന്നതാണ്. അടുത്ത 13ാമത്തെ ചോദ്യമായിരുന്നു റീഡയറക്റ്റിംഗ് അൺഅക്സെപ്റ്റബിൾ ഇമ്പൾസസ് ഇൻടു സോഷ്യലി അക്സെപ്റ്റബിൾ ആക്ഷൻസ് ആർ നോൺ ആസ്. റീഡയറക്റ്റിംഗ് അൺഅക്സെപ്റ്റബിൾ ഇമ്പൾസസ് ഇൻടു സോഷ്യലി അക്സെപ്റ്റബിൾ ആക്ഷൻസ് ആർ നോൺ ആസ് പ്രൊജക്ഷൻ, സബ്ലിമേഷൻ, ഡിസ്പ്ലേസ്മെന്റ്, റിഗ്രഷൻ. അപ്പോൾ അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഇമ്പൾസുകളെ സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് മാറ്റുന്നു അല്ലെ? സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ആക്ഷൻസിലേക്ക് മാറ്റുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രൊജക്ഷൻ ആണോ? അല്ല. ഡിസ്പ്ലേസ്മെന്റ് ആണോ? അല്ല. റിഗ്രഷൻ ആണോ? അല്ല. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് സബ്ലിമേഷൻ ആണ്. സബ്ലിമേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഇമ്പൾസ് ഉണ്ടെങ്കിൽ അതിനെ സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു തലത്തിലേക്ക് മാറ്റുന്നു എന്നുള്ളതിനെയാണ്. ഓക്കെ,
ഇപ്പൊ ഒരു അഗ്രസീവ് ആയിട്ടുള്ള കുട്ടി, ആ ഒരു കുട്ടിയുടെ ബിഹേവിയർ ഒരു സ്പോർട്സിലേക്ക് തിരിച്ചുവിടുന്ന പ്രക്രിയ അല്ലെ, ആ സ്പോർട്സിലേക്ക് തിരിച്ചുവിടുന്ന പ്രക്രിയയെ നമുക്ക് സബ്ലിമേഷൻ എന്ന് വിളിക്കാം. ഇപ്പൊ ഒരു പ്രണയ നൈരാശ്യം വന്നൊരു വ്യക്തി ആയിക്കോട്ടെ, ആ വ്യക്തി എഴുത്തിലൂടെ അദ്ദേഹത്തിന്റെ കഥകളൊക്കെ എഴുതുക, അതൊക്കെ സബ്ലിമേഷൻ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം തന്നെ എന്തിൽ വരുന്നതാണ്? ഡിഫൻസ് മെക്കാനിസം. നമ്മുടെ മനസ്സ് താൽക്കാലികമായിട്ട് നമ്മളുടെ മോഹഭംഗങ്ങളിൽ നിന്ന്, അസ്വീകാരികമായിട്ടുള്ള സംഭവങ്ങളിൽ നിന്ന്, വേദനാജനകമായ സംഭവങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ മനുഷ്യ മനസ്സിനെ താൽക്കാലികമായിട്ട് സംരക്ഷിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നമ്മളുടെ മനസ്സ് തന്നെ അൺകോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന ചില പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. അതിനെ നമ്മൾ ഡിഫൻസ് മെക്കാനിസംസ് എന്നാണ് വിളിച്ചത്. അപ്പോൾ ഇത് കോൺഷ്യസ് മൈൻഡ് ചെയ്യുന്നതുമുണ്ട്, അൺകോൺഷ്യസ് മൈൻഡിലേക്ക് തള്ളിവിടപ്പെടുന്നുണ്ട്. നമ്മൾ അറിയാതെ തന്നെ റിപ്രഷൻ എല്ലാം അതിൽ വരുന്നതാണ്. അപ്പോൾ അല്ലാതെ തന്നെ അറിഞ്ഞുകൊണ്ട് തള്ളിവിടുന്നതുണ്ട്, സപ്രഷൻ എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെയുള്ള കാറ്റഗറീസ് ഓഫ് ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. അപ്പൊ ഇതിൽ പ്രൊജക്ഷൻ പറഞ്ഞിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, ഡിഗ്രഷൻ ഉണ്ട്. ഇതെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ സബ്ലിമേഷൻ എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് എന്താണ്? അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇമ്പൾസസിനെ എന്താണ് ഒരു വ്യക്തിക്ക് വന്നിട്ടുള്ളതിന് അഭിലഷണീയമായ രീതിയിൽ സാമൂഹികമായിട്ടുള്ള അംഗീകരിക്കപ്പെടുന്ന രീതിയിലേക്ക് മാറ്റുന്നതിനെയാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. നിഷേധാത്മകമായിട്ടുള്ള വികാരങ്ങളെ ഗുണപരമായിട്ടുള്ള കാര്യങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിന് മറ്റൊരു രൂപം എന്ന് പറയുന്നത്. നിഷേധാത്മകമായിട്ടുള്ള പ്രവൃത്തികളെ ഗുണപരമാക്കി മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഇനി 14ാമത്തെ ചോദ്യം, ഓപ്പറന്റ് കണ്ടീഷനിങ് ഈസ് എ ടെക്നിക് ഓഫ് SR കണക്ഷൻ, എ പ്രോസസ് ഓഫ് ലേണിംഗ് ത്രൂ ഇൻസൈറ്റ് ഓൺലി, എ ടൈപ്പ് ഓഫ് ലേണിംഗ് വെർ ബിഹേവിയർ ഈസ് കൺട്രോൾഡ് ബൈ കോൺസിക്വൻസസ്, എ മെത്തേഡ് ഓഫ് ലേണിംഗ് ത്രൂ ഒബ്സർവേഷൻ. ഇതിൽ ഏതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക? ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത് SR കണ്ടീഷനിങ് ആണോ, ഒരു ഇൻസൈറ്റിലൂടെ നടക്കുന്നതാണോ? അല്ല എന്ന് നമുക്കറിയാം. ഒരു കോൺസിക്വൻസുകൾ കൺട്രോൾ ചെയ്യുന്ന അല്ലെ ഓപ്പറന്റ് കണ്ടീഷനിങ്. BF സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്, ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് ഉത്തരം കിട്ടിയെന്ന് തോന്നുന്നു. ഇതൊരു മെത്തേഡ് ഓഫ് ലേണിംഗ് ത്രൂ ഒബ്സർവേഷനിലൂടെ നടക്കുന്ന ഒബ്സർവേഷൻ ലേണിംഗ് ആണോ? അല്ലെ, ഇതിൽ നമുക്ക് എടുത്ത് പറയാവുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ലേണിംഗ് വെർ ബിഹേവിയർ ഈസ് കൺട്രോൾഡ് ബൈ കോൺസിക്വൻസസ് എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷനിങ്ങിൽ എപ്പോഴും ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുന്നത് കോൺസിക്വൻസസ് ആണ്. റിവാർഡ്സ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഈ ഒരു ഓപ്പറന്റ് കണ്ടീഷനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതിന്റെ കോൺസിക്വൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും എന്താണ്? ഒരു ബിഹേവിയറിസ്റ്റുകളുടെ എല്ലാം ഇത് ബിഹേവിയറിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു ഇത്. ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത് സ്കിന്നറിന്റെ ആണ്. BF സ്കിന്നർ ആണ് ഓപ്പറന്റ് കണ്ടീഷനിങ്ങിന്റെ തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. BF സ്കിന്നർ ആണ്. BF സ്കിന്നറുടെ തിയറിയിൽ എപ്പോഴും ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? ബിഹേവിയർ എന്ന് പറയുന്നത് കോൺസിക്വൻസുകളാലാണ് കൺട്രോൾ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ തിയറിയിൽ പറയുന്നത്. അദ്ദേഹം പരീക്ഷണം നടത്തിയത് പ്രാവിലും എലിയിലുമായിരുന്നു അദ്ദേഹം പരീക്ഷണം നടത്തിയിട്ടുണ്ടായത്. ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഓപ്പറന്റ് കണ്ടീഷനിങ്ങിന് മറ്റൊരു പേര് കൂടി ഉണ്ട്, ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ് എന്നൊരു പേരിലും കൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, ദി കൺസെപ്റ്റ് ഓഫ് ഡൈവേർജന്റ് തിങ്കിങ് ഈസ് പ്രപ്പോസ്ഡ് ബൈ. ഡൈവേർജന്റ് തിങ്കിങ് എന്നുള്ള ഒരു കൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ആരാണെന്നാണ്? ഹോവാർഡ് ഗാർഡനർ, ആൽഫ്രഡ് ബിനെ, JP ഗിൽഫോർഡ്, EL തോണ്ടൈക്ക്. ആരാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതില് ഹോവാർഡ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആൽഫ്രഡ് ബിനെ ബുദ്ധിമാനം എന്നൊക്കെ പറയുന്നത്. JP ഗിൽഫോർഡിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? EL തോണ്ടൈക്ക് ട്രയൽ ആൻഡ് എറർ ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് JP ഗിൽഫോർഡ് ആണ്. ഡൈവർജന്റ് തിങ്കിങ് മാത്രമല്ല, കൺവേർജന്റ് തിങ്കിങ് കൂടി ഇദ്ദേഹത്തിന്റെ ഐഡിയ ആണ്. കൺവേർജന്റ് തിങ്കിങ് എന്നുള്ള കൺസെപ്റ്റ് കൂടി ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത 16ാമത്തെ ചോദ്യമാണ്, സെലക്ട് ദി മോസ്റ്റ് സ്യൂട്ടബിൾ ഇന്റർവെൻഷൻ സ്ട്രാറ്റജി ഫോർ അഡ്രസ്സിംഗ് അണ്ടർ അച്ചീവ്മെന്റ്. ഈ അണ്ടർ അച്ചീവ്മെന്റ് അഡ്രസ് ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല സ്ട്രാറ്റജി, മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇന്റർവെൻഷൻ സ്ട്രാറ്റജി ഏതാണെന്നാണ്? ഇൻക്രീസ്ഡ് ഹോംവർക്ക് ആൻഡ് അസൈൻമെന്റ്സ്, ignoring the issue, offering additional resources, mentoring and supporting. അണ്ടർ അച്ചീവ്മെന്റ് ആയിട്ടുള്ള ഒരു അണ്ടർ അച്ചീവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഏതാണ്? ഹോംവർക്ക് കൂട്ടി കൊടുക്കുകയാണോ ചെയ്യേണ്ടത്?
അസൈൻമെന്റ്സ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുകയാണോ ചെയ്യേണ്ടത്? അല്ല. ഇഷ്യൂവിനെ ഇഗ്നോർ ചെയ്യുകയാണോ? അല്ല. ഇത് നമുക്ക് എളുപ്പം എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസാ. അഡീഷണൽ റിസോഴ്സസ് ഇത് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു അണ്ടർ അച്ചീവറിനെ അല്ലെ, എക്സ്പെക്ടേഷനിലുള്ള ആ അച്ചീവ്മെന്റ് നേടാൻ കഴിയാതെ പോയ ഒരു അണ്ടർ അച്ചീവറിന്റെ IQ എന്ന് പറയുന്നത് അല്ലെ താഴെയാണ്. അപ്പൊ ഈ ഒരു അണ്ടർ അച്ചീവറിന്റെ IQ വെച്ചിട്ട് ഒരു അഡീഷണൽ റിസോഴ്സസ് ഓഫർ ചെയ്താലും എന്ത് കിട്ടുന്നില്ല, അതിന് ആ ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആ ഒരു സ്ട്രാറ്റജിയിലൂടെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? മെന്ററിങ് ആൻഡ് സപ്പോർട്ടിങ് കൊടുത്തുകൊണ്ട്, ആ ഒരു അണ്ടർ അച്ചീവർ ആയ കുട്ടിക്ക് മെന്ററിങ് ആൻഡ് സപ്പോർട്ടിങ് കൊടുത്തുകൊണ്ടാണ് അവരെ മുന്നോട്ട് കൊണ്ടുവരേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിലെ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇന്റർവെൻഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് മെന്ററിങ് ആൻഡ് സപ്പോർട്ടിങ് ആണ്. ഓക്കെ, which of the following is not a characteristic of case study? കേസ് സ്റ്റഡിയുടെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് ഏത്? യൂട്ടിലൈസസ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ക്വാളിറ്റേറ്റീവ് ഡാറ്റ യൂട്ടിലൈസ് ചെയ്യുന്നു. ഫോക്കസ്ഡ് ഓൺ സ്പെസിഫിക് കണ്ടന്റ്, ഡീറ്റെയിൽഡ് കോണ്ടെക്സ്റ്റൽ അനാലിസിസ്, ഹൈലി ഒബ്ജക്റ്റീവ് മെത്തേഡ്. ഒരു കേസ് സ്റ്റഡി എന്ന് പറയുന്നത് അല്ലെ, ഒരു മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ലേണറിനെ നമ്മൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിലൊന്നാണ് എന്ത്? കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പൊ കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ആ കുട്ടിയെ പഠിക്കുകയാണ് അല്ലെ. അപ്പൊ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റകൾ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് അതിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടന്റിൽ എന്താണ് കുട്ടിക്ക് പ്രോബ്ലം ഉള്ളത്, ആ ഒരു പ്രോബ്ലം മനസ്സിലാക്കാനായിട്ട് ഒരു സ്പെസിഫിക് കണ്ടന്റ് ഫോക്കസ് ചെയ്യുന്നതിൽ തെറ്റില്ല അല്ലെ. കോണ്ടെക്സ്റ്റൽ അനാലിസിസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നടത്തും. കോണ്ടെക്സ്റ്റൽ അനാലിസിസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നടത്തും അല്ലെ കേസ് സ്റ്റഡിയിൽ. എന്നാൽ മാത്രമാണ് ആ കേസിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഹൈലി ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്. ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് അല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ എപ്പോഴും ഒരു കുട്ടിയെ പഠിക്കുമ്പോൾ, ഒരു കുട്ടിയെയാണ്, ഒരു വ്യക്തിയെയാണ്, നമ്മളൊരു ഗ്രൂപ്പിനെയാണ് പഠിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് അത് അതിലധിഷ്ഠിതമായിരിക്കും. ആ ഒരു ടോപ്പിക്കിൽ നിന്നുകൊണ്ടായിരിക്കും. അത് വസ്തുനിഷ്ഠമായിരിക്കില്ല, അത് വ്യക്തിനിഷ്ഠമായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിൽ ഊന്നി നിന്നിട്ടുള്ളതായിരിക്കും അല്ലെ, അതിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പൊ ഹൈലി ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സ് ഒന്നും അതിൽ ഉപയോഗിക്കില്ല. ഓക്കെ, ഹൈലി ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സ് അതിൽ ഉപയോഗിക്കില്ല. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് കേസ് സ്റ്റഡിയുടെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് ഹൈലി ഒബ്ജക്റ്റീവ് മെത്തേഡാണ്. ബാക്കിയെല്ലാം കേസ് സ്റ്റഡിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സെലക്ട് ദി ഡേ വിച്ച് ഈസ് സെലിബ്രേറ്റഡ് ആസ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ. അത് ഇതിൽ കയറി വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്കറിയാം ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം എന്ന് പറയുന്നത്. ഓക്കെ, 19ാമത്തെ ചോദ്യം. ഷിബു is a higher secondary student. He can solve new problems easily without any prior knowledge. According to Cattell, this kind of intelligence is named as. കാറ്റലിന്റെ അഭിപ്രായത്തിൽ, റെയ്മണ്ട് കാറ്റലിന്റെ ഇന്റലിജൻസ്, ഫ്ലൂയിഡ്, ക്രിസ്റ്റൽ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഇതിൽ ഏതാണ് റെയ്മണ്ട് കാറ്റലിന്റെ ഈ ഒരു ടൈപ്പ് ഓഫ് ഇന്റലിജൻസ്? പ്രയർ നോളജ് എന്ന് പറയുന്നത് ഇതിൽ ഇമ്പോർട്ടൻ്റ്. പ്രയർ നോളജ്. അപ്പോൾ ഈ പ്രയർ നോളജുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് ഏതാണെന്നാണ്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരുന്നതിൽ ഫ്ലൂയിഡ്, ക്രിസ്റ്റൽ, സ്പേഷ്യൽ, എക്സിസ്റ്റൻഷ്യൽ. ഈ സ്പേഷ്യലും എക്സിസ്റ്റൻഷ്യലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്ന് ഒഴിവാക്കാം. കാരണം ഇത് ഗാർഡനറുടെ അല്ലെ, ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസിൽ വരുന്നതാണ്. ഇനിയുള്ളത് ഫ്ലൂയിഡ് ഇന്റലിജൻസും ക്രിസ്റ്റൽ ഇന്റലിജൻസാ. ഇത് രണ്ടുമാണ് കൺഫ്യൂഷൻ വരുന്നത് അല്ലെ. ഇതില് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ന്യൂ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റണം എന്ന് വെച്ചാൽ എന്താണ്? നോവൽ പ്രോബ്ലംസ്, നോവലായിട്ട് നിൽക്കുന്ന, ലൈവായിട്ടല്ലേ, ഇപ്പോൾ ഫ്രഷ് ആയിട്ട് ന്യൂ ആയിട്ട് നിൽക്കുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യുക എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അത് ഉൾപ്പെടുന്നത് ഏത് വിഭാഗത്തിലാണെന്നും, അതുപോലെ പ്രയർ നോളജ്, മുന്നറിവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള, പ്രയർ ആയിട്ടുള്ള നോളജ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പഠനവുമുണ്ട്. അപ്പൊ ഇതിൽ ഫ്ലൂയിഡ് ഇന്റലിജൻസ് എപ്പോഴും നോവൽ ആയിട്ടുള്ള പ്രോബ്ലംസിനെ പഠിക്കുന്നത്. അപ്പൊ ഇതിന്റെ ചോദ്യം എന്ന് പറയുന്നത് ഹി ക്യാൻ സോൾവ് ന്യൂ പ്രോബ്ലംസ് ഈസിലി വിത്തൗട്ട് എനി പ്രയർ നോളജ്. അപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് ആണ് ഇതിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രയർ നോളജ് ഉപയോഗിക്കാതെ ന്യൂ പ്രോബ്ലംസ് ഈസിലി സോൾവ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇത് വരുന്നത് ഫ്ലൂയിഡ് ഇന്റലിജൻസിലാണ്. ചോദ്യം ചോദിച്ചിരിക്കുന്നത് കുറച്ച് ട്രിക്കി ആയിട്ടാണ്. ഹി ക്യാൻ സോൾവ് ന്യൂ പ്രോബ്ലംസ് ഈസിലി സോൾവ് ചെയ്യാൻ പറ്റും. അവിടെ തന്നെ നിങ്ങൾ ആൻസർ ചെയ്തോളണം. നോവൽ പ്രോബ്ലംസ് എന്ത് ചെയ്യാൻ പറ്റും,
നോവൽ പ്രോബ്ലംസ് എന്താണ്, ഈസിലി സോൾവ് ചെയ്യാൻ പറ്റും. അതിന് അദ്ദേഹം വിളിച്ച പേരാണ് ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്ന്. ഇവിടെ തന്നെ പറഞ്ഞേക്കാണ് വിത്തൗട്ട് എനി പ്രയർ നോളജ്. പക്ഷെ പ്രയർ നോളജ് യൂസ് ചെയ്തുകൊണ്ടുള്ള വേറൊരു ബുദ്ധിയുണ്ട്. ആ ബുദ്ധിയുടെ പേരാണ് ക്രിസ്റ്റൽ ഇന്റലിജൻസ്. ഓക്കെ, ക്രിസ്റ്റൽ ഇന്റലിജൻസ്. അപ്പൊ ക്രിസ്റ്റൽ ഇന്റലിജൻസ് ഇവിടെ യൂസ് ചെയ്തിട്ടില്ല, ഫ്ലൂയിഡ് ഇന്റലിജൻസ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് എന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ നോവൽ പ്രോബ്ലംസ് ആണ് എപ്പോഴും ഇതിൽ ഡീൽ ചെയ്യാനായിട്ട് ഈസിലി ഡീൽ ചെയ്യുന്നത് ഈ ഒരു ഷിബു എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ അത് ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്നാണ് അതിനെ വിളിക്കുന്നത്, റൈമണ്ട് കാറ്റൽ. ഓക്കെ, 20ാമത്തെ ചോദ്യമാണ്. ഡിവൈസ് ഓർ സോഫ്റ്റ്വെയർ that helps to improve the functional capabilities of individuals with disability is commonly known as. ഇപ്പൊ ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആണിത്. ഇത് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഫങ്ഷണൽ കേപ്പബിലിറ്റീസ്, ഇൻഡിവിജ്വലിന്റെ ഫങ്ഷണൽ കേപ്പബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യാനായിട്ട്, ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? അപ്പൊ ഒരു വ്യക്തിയുടെ ഡിസബിലിറ്റി സോൾവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡിസബിലിറ്റിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിവൈസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എന്താണ്, ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള കേപ്പബിലിറ്റീസ് ഒക്കെ തന്നെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു ഡിവൈസിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ്. ഡിസബിലിറ്റി എയ്ഡ് എന്നാണോ, അസിസ്റ്റീവ് ടെക്നോളജി എന്നാണോ, ലേണിംഗ് എയ്ഡ് എന്നാണോ, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ എന്നാണോ? അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യം, ഒരു ഡിസേബിൾ ആയിട്ടുള്ള ഒരാളുടെ ഫങ്ഷണൽ കേപ്പബിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിനെ വിളിക്കുന്ന പേര് എന്ന് പറയുന്നത് അസിസ്റ്റീവ് ടെക്നോളജി എന്നാണ്. എന്താണ്? അസിസ്റ്റീവ് ടെക്നോളജി. അപ്പൊ ആദ്യം തന്നെ ഡിസബിലിറ്റി എയ്ഡ് എന്നൊക്കെ അവിടെ ഓപ്ഷനിലുണ്ട്, അതൊന്നും തെറ്റിച്ച് എഴുതരുത്. അസിസ്റ്റീവ് ടെക്നോളജി എന്നാണ്. ഓക്കെ, അപ്പൊ 20 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ അടുത്ത 20 ചോദ്യങ്ങളുമായിട്ട് നമുക്ക് പാർട്ട് 2 കാണാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്.